വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ഇന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അത് ഞാൻ അപ്ലോഡ് ചെയ്തില്ല ഗൈസ്. നാളെ എങ്ങാനും അപ്ലോഡ് ചെയ്യുന്നു ഗൈസ്. അപ്പം ഈ വീഡിയോയും നാളെയാണ്, രാത്രി ഞാൻ അപ്ലോഡ് ചെയ്യും ഗൈസ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നമ്മുടെ ലൈറ്റ് ഇടാം. പക്ഷേ ലൈറ്റ് ഓഫ് ആയിപ്പോയി ഗൈസ്. ഓക്കെ, ലൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ദിവസം നമ്മളിതുവരെ ബീച്ചിലേക്ക് പോകാം ഗൈസ്. അതിനു മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം ഗൈസ്. പിന്നെ അവിടെയുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് ഞെട്ടി വിട്ടാരെ ഗൈസ്. എന്തടി ചുമ്മാ ചെയ്യടേ. ഓക്കെ, അപ്പം ബീച്ചിലോട്ട് പോവാം. എടാ, ഞാൻ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കണ്ടേ. എടാ, നീ ഇപ്പൊ എന്തിന് വിളിച്ച്? ഞാൻ ബീച്ചിലേക്കൊന്ന് വൈബ് ചെയ്യാൻ പോകുമ്പോഴാണ് നിന്റെ വിളി. അതൊന്നും അല്ലടാ, ഞാൻ ഇപ്പൊ വളരെ ആപത്തിലടാ. എന്തോന്ന് നീ എന്താ പറഞ്ഞേ? എടാ, ഞാനിപ്പോ വളരെ അപകടത്തിലാണെന്നാണ് ഞാൻ പറഞ്ഞത്. നീ ഇപ്പൊ എവിടെയുള്ള? അങ്ങോട്ട് ഞാൻ വരാം. എടാ, ഞാൻ ഇപ്പൊ കൺസ്ട്രക്ഷൻ സൈറ്റിൽ എന്നെ കുറച്ച് പേര് വന്ന് കൊല്ലാൻ നോക്കുന്ന. അത് കുഴപ്പമില്ല, നീ എന്നെ ശത്രുവല്ലേ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോട്ടെ കേട്ടാ. അവരുടെയൊക്കെ മുതലാളിയാളാ ഞാൻ. നീ അന്ന് നീ ഒരു വലിയ ഗ്യാങ്ങിനെ ഉണ്ടാക്കിയിട്ട് എന്നെയൊക്കെ അവന്മാരുടെ തോക്കിൻ്റെ ചൂണ്ട് എൻ്റെ തലയിൽ അടുപ്പിച്ചതല്ലടാ. ഇത്തവണ ഞാനും ഗ്യാങ് ഇറക്കിയടാ മോനെ. എന്ത്? നിന്റെ ഗ്യാങ്ങാ? എടാ ഫ്രാങ്ക്ലിനെ പ്ലീസ് എടാ, ഞാൻ ചെയ്തില്ല. നീ പോടാ. എടാ, അവനങ്ങ് തീർത്തേക്കടാ. ഓക്കെ ബോസ്. ഓക്കെ, ഏവനാണ് ഈ സമയത്ത് വിളിക്കണ? അവൻ നമ്മുടെ ശത്രുവാണ് ഗൈസ്. എന്ത് ശാന്തം. നിങ്ങൾക്കൊരു പേടി പോലെ ഉണ്ടെങ്കിൽ പറ ഗൈസ്. ഓക്കെ, ഐ ലൈറ്റ് ഇട്ടില്ല. വല്ല ഡ്യൂക്കെടുത്ത് വെക്കാനുള്ള ഇവനൊക്കെ എന്തെങ്കിലും ഗൈസ്. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തില്ല ഗൈസ്, ചെയ്യടേ. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ ഗൈസ്. ഓക്കെ, ഓൾ റൈറ്റ്, നമ്മുടെ വീടെത്താറായി. ഇവിടെ കുറേ സ്റ്റണ്ട് റൈസിൻ്റെ മറ്റേ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ഇനി വല്ല സ്റ്റണ്ട് റൈസ് സ്റ്റണ്ടിങ് ഏരിയ ആണ് ഇത്. നമ്മളിവിടുത്തെ കുറേ കുറേ സ്റ്റണ്ട് റൈസൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഗൈസ്. നിങ്ങൾക്കറിയാലോ. ബ്ലാഡി ഫൂൾസ്. എനിക്ക് എൻ്റെ ഡിഫൻഡറിലാണോടാ ഇടിക്കാൻ കിട്ടിയ ബ്ലാഡി ഫൂൾ. എന്തോന്ന് ഗൈസ്, ഞാൻ എങ്ങനെ പഠിക്കൊന്നും നടന്നേ. നമ്മുടെ വീട് എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ റീൽസ് എടുത്തിടാം ഗൈസ്.
റിവേഴ്സ് എടുത്തിടാ. ഓക്കെ 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 ഓക്കെ. ഓ അമ്മച്ചേ ഇടിച്ചില്ല. ഇടിച്ചായിരുന്നെങ്കിൽ തീർന്നേനെ ഗൈസ്. അങ്ങോട്ടല്ലേ ഇരിക്കണ്ട, പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് ഇരിക്കണം. ഓക്കെ 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 ഓക്കെ. നമ്മുടെ ഗ്യാങ് പാവേട്ടവളിനെ തീർത്തിട്ടുണ്ട് ഗൈസ്. എടേ നീ തവണ തീർത്തടേ. ആ തീർത്ത് പോസേ. ഓ വെരി ഗുഡ്. ബ്ലഡി ഹെൽ ഗൈസ്. ആട്ടം ജസ്റ്റ് സ്നൈപ്പർ എടുക്കാം ഗൈസ്. സ്നൈപ്പർ വേണോ സെല് വേണോ? സ്നൈപ്പർ ഇത് ബണ്ട. അയ്യോ ഇതിൽ പുതിയ ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഇതിൽ പുതിയ 2 ചീറ്റ് കോഡ് വന്നിട്ടുണ്ടെന്നാണ് ഗൈസ് ഞാൻ അറിഞ്ഞത്. അതേതൊക്കെയാണ് നമുക്കൊന്ന് നോക്കിയേക്കാം. ഇത് ഇതാ വണ്ടി ലാൻഡ് ക്രൂസറാ. അഡ മോൻ. ഇനി 0606. ഓക്കെ ഓൾറൈറ്റ്. എന്തോന്നാടാ UFO? എന്താന്നിത്? ഓക്കെ നമുക്ക് ജസ്റ്റ് ഡ്രോൺ മോഡ് ആണെങ്കിൽ ലാൻഡ് ക്രൂസറിൻ്റെ ഉള്ളിൽ നോക്കാം ഗൈസ്. ഓക്കെ DON ആണ് ഗൈസ് ഡ്രോൺ മോഡിൻ്റെ ഇത് ട്രിക്ക്. DON അവിടെ എന്നെ തണ്ടിരിക്കണം. ഇത് രണ്ടൊരു ഗ്യാങ് ആണ് ഗൈസ്. ഇതെന്തോന്ന് ടൊയോട്ടയുടെ ലോഗോ അല്ലേ ഇവിടെ? TV ഒക്കെ സീൻ സാധനമാണ് ഗൈസ്. 7 സീറ്ററാണ്ട. മോണെ ഈ സീറ്റൊന്ന് മടക്കി വെച്ചാൽ സ്പേസായി. മോണെ. നമുക്ക് ഇതിൽ പുതിയ ബിൽഡിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ അറിഞ്ഞ് ഗൈസ്. അവിടെ എന്താണ് ഗൈസ്? നിങ്ങൾ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടോ? ഈ ബിൽഡിംഗ് അല്ല, ബിൽഡിങ്സ് ആണ് ഗൈസ്. ഓ റെയിൽവേ ട്രാക്ക്. അതാ ഒരു ടണലാണ് ഗൈസ്. ടണല്. ഓ മോണെ വൈബ് സാധനം. ഈടാ ഇത് കൊള്ളാല്ല. എടാ ഇത് പ്രദേശം നോക്കിയേ. നമ്മുടെ മറ്റേ ബീച്ചില്ലേ, എയർപോർട്ടിൻ്റെ അവിടുത്തെ ബീച്ചാണ് നിങ്ങൾ ഈ കാണുന്നത്. മോണെ എയർപോർട്ട് ഇത് നമ്മുടെ ബീച്ച്. മോണെ എന്തോന്ന് ഗായ്സ് അത്? നമുക്ക് അതിൻ്റെ അടുത്തൊന്ന് പോയി നോക്കണ്ടേ ഗായ്സ്? മോണെ ആ ടണല് നിങ്ങൾ കണ്ട ഗൈസ്? മോണെ അയ്യയ്യ. നമുക്ക് ഈ UFO ഒന്ന് ഓടിച്ചു നോക്കാം ഗൈസ്. ഇതെന്തേ പൊങ്ങാത്തെ? പൊങ്ങുന്നുണ്ട്. ഇൻസൈഡ് എടുക്കാൻ പറ്റും. മോണെ ചെറുതായിട്ടൊന്ന് സ്കൈ ഡൈവ് ചെയ്താലോ? വേണോ? വേണ്ട. പിന്നെ ഇതിനകത്ത് എർട്ടിഗ കാറും പിന്നെ ലംബോർഗിനി ഉറൂസും ആഡായിട്ടുണ്ടെന്ന് ഞാൻ വീഡിയോയിൽ കേട്ടായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങളൊന്ന് ശരിക്കും ഒന്നുകൂടി ഒന്ന് നോക്കുക ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്നെ പറയരുത് ഗൈസ്. ഞാൻ ഇതിന് ഉത്തരവാദിത്വമൊന്നും എനിക്കില്ല ഗൈസ്. ഓക്കെ, ഇതിന് ചീറ്റ് കോഡൊന്നും നമുക്ക് കണ്ട് തന്നെ അറിയണം ഗൈസ്. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ പുതിയ ഒരു ചീറ്റ് കോഡ് നോക്കട്ടെ ഗൈസ്. അമ്മയ്ക്ക് ഞാൻ 1000 അടിക്കുക. പൊന്നോ ഞാൻ ലെജൻഡറി ടൊയോട്ട 720. നമുക്കിതൊന്ന് ബ്ലാക്ക് ആക്കി എങ്ങനെ മോണസി. ഓക്കെ, നമ്മൾ അങ്ങനെ പിന്നെ കണ്ട് നോക്കി
ഇതെന്തോന്ന് കുലുക്കുപടി വണ്ടിക്ക്. അടുത്തത് എന്തോന്നത് രമേശ് നമ്മളതേ സെയിം വണ്ടിയാണ്, പക്ഷെ വൈറ്റ് ആണ് ഗൈസ്. സീലിങ്ങിൽ ബ്ലാക്ക് ഉള്ള ലെജൻഡാന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാമോ ഗൈസ്? നമുക്ക് ആ ബിൽഡിംഗ് ഒന്ന് പോയി കാണാം ഗൈസ്. അതെ അതെ അപ്പൊ ഇപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ചായിരുന്നു ഗൈസ്, കണ്ട പുതിയ സിറ്റി ആണെന്ന് പറയാൻ വേണമെങ്കിൽ. ഓക്കെ അതെ ഗൈസ് ഇവൻ ശരിക്കും പറയുന്നത് അപ്ഡേറ്റ് ചെയ്ത ഇങ്ങനെയൊക്കെ വരും ഗൈസ്. പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തപ്പോഴാണ് ആ ലാൻഡ് ക്രൂസർ UFO വന്ന് ഗൈസ്. അത് നിങ്ങൾക്ക് അറിയാലോ. ടൊയോട്ടയുടെ മഹീന്ദ്രയുടെയൊക്കെ ഇവിടെ GTA 5 3Dയിലെ മറ്റേ റേസിംഗ് ട്രാക്കിൽ അതിൽ ജയിച്ചിട്ടുമുണ്ട്, തോറ്റിട്ടുമുണ്ട് ഗൈസ്. ഓക്കെ എൻ്റെ ഫ്രണ്ടാണ് ഇവൻ. അല്ലാതെ എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ എൻ്റെ പൊന്നെ ഇതെന്തോന്നടേ ഇത് അമ്മച്ചേ തീർന്നു. എടാ ഇത് കാണാൻ വേണ്ടി ഡിഫൻഡർ ആട്ടമോണ ഇതാണ് നമ്മുടെ വണ്ടി. പക്ഷെ ബ്ലാക്ക് ആണ് ഉള്ളത് ഗൈസ്. ഓക്കെ ഇതിപ്പം അവിടെ ഇടുപടി ഇവിടെ കയറ്റിയിടാം. എന്താ ലുക്ക് ഫ്രണ്ടിലത്തെ അടമോണെ. ഫോർച്യൂണറിനുള്ളിൽ ഇത്രയും ലുക്കില്ല ഗൈസ്, നിങ്ങൾക്കറിയാം. കണ്ടാ പറയും ഇതൊരു ഇന്നോവ ക്രിസ്റ്റയാണ്, പക്ഷെ ഇത് ഇന്നോവ ക്രിസ്റ്റയല്ല, കാറാണ്. ലെജൻഡർ ഗൈസ് 7 സീറ്റർ. ടൊയോട്ടയുടെ ഒരു വണ്ടി പോലും 5 സീറ്റർ ഇല്ല ഗൈസ്, 7 സീറ്റർ ആണ് ഫുള്ള്. ഓക്കെ ടൊയോട്ടയുടെ 2 സീറ്റർ ഉണ്ട്, അത് നമ്മൾ സൂപ്പർ MK5 ആണ് ഗൈസ്, അത് നിങ്ങൾക്കറിയാലോ. പിന്നെ അത് ശരിക്കും പറഞ്ഞ ദുബായിലത്തെ വണ്ടിയാണ് ഗൈസ്. ഈ ലാൻഡ് ക്രൂസർ ഉൾപ്പെടെ ദുബായിലത്തെ വണ്ടിയാണ്. നമ്മുടെ ദുബായിൽ, സൗദി പോലത്തെ രാജ്യത്തിൽ നമ്മുടെ മരുഭൂമിയിലൊക്കെ ഓടിക്കാൻ പറ്റിയ പിന്നെ മരുഭൂമിയിൽ ഏറ്റവും ട്രൈങ്ങിന് പറ്റിയ വണ്ടിയാണ് ഗൈസ് നമ്മുടെ ATV. അപ്പം ATVയുടെ ചീറ്റ് കോഡ് ഇതാണ് ഗൈസ്, നിങ്ങൾ ട്രൈ നോക്ക്. ഓക്കെ നമ്മുടെ ATV ബൈക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ATV കണ്ട ഇത് നമ്മൾ സ്പോൺ ചെയ്യുന്ന വണ്ടികളുടെ പേരൊക്കെ നമുക്കിവിടെ ഈ സൈഡിലായിട്ട് നമുക്ക് തരുന്നതാണ് ഗൈസ്. ഇത് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ രോഹിത് തന്നെയാണ് ഗൈസ്. എടാ ATVയുടെ സ്പീഡൊക്കെ അടമോണെ സീൻ. സ്നൈപ്പർ വെച്ച് നോക്കട്ടെ എന്തോരം അകലെ പോയെന്ന്. ബൈനോക്കുലർ വേണ്ട, സ്നൈപ്പർ ഉള്ളതുകൊണ്ട്.